വെൽക്കം ബാക്ക് ടു മൈ കുക്കിംഗ് വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ മലായി ആണ്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള 2 മാംഗോ എടുക്കുക. ഈ മാംഗോ കുറച്ച് ദിവസമായി ഫ്രിഡ്ജിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് മാംഗോ മലായി ഉണ്ടാക്കിക്കൂടാന്ന്. ഓൾറെഡി 2-3 ഡേയ്സ് ആയിട്ട് ഒരാൾ എൻ്റെ പുറകെ നടക്കുവാണ്. സച്ചിൻ ടെണ്ടുൽക്കർ എന്തോ ആനിവേഴ്സറിക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, 2 ഫ്രഷ് മാംഗോ എടുത്തു. മേള് നമ്മുടെ ആ ടോപ്പ് ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ലീഫൊക്കെ കണക്ട് ആവുന്ന ആ പോർഷൻ, അത് കട്ട് ചെയ്ത് കളയാം. അത് കഴിഞ്ഞിട്ട് ഒരു തിന്നായിട്ടുള്ള ഒരു നൈഫ് എടുത്തിട്ട് ആ സീഡിന് ചുറ്റും ഉള്ള ആ ഒരു ദശയുണ്ടല്ലോ അത് പോവാണ്ട് ആ സീഡ് മാത്രമായിട്ട് നമ്മൾ നൈസായിട്ട് സ്കൂപ്പ് ചെയ്ത് ഇങ്ങെടുക്കുക. അത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ് കേട്ടോ, കുറച്ച് കഷ്ടപ്പാടുണ്ട്. വൺസ് അത് സ്കൂപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സീഡ് റൊട്ടേറ്റ് ചെയ്തെടുക്കണം. നല്ല കഷ്ടപ്പാടാണ്, ഒന്നും നോക്കണ്ട. പക്ഷെ അതിന്റെ ടേസ്റ്റും ഫൈനൽ റിസൾട്ടും അടിപൊളിയാണ്. കഴിഞ്ഞിട്ട് ആ സീഡിലുള്ള ഇത് മുഴുവൻ നമുക്ക് വേണേൽ കഴിക്കാം. എന്തിനാ വെറുതെ കളയുന്നത്? നല്ല ടേസ്റ്റ്, നല്ല മധുരമുള്ള മാങ്ങ ആയിരുന്നു. കാരണം നമ്മൾ ഈ മാംഗോയുടെ ഒരു മാംഗോ ആണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ മലായി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ 2 മാംഗോയും ഇതുപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ സീഡിന് ചുറ്റും നമ്മുടെ ദശ പോവാണ്ട് കട്ട് ചെയ്ത് സ്കൂപ്പ് ചെയ്ത് സീഡ് റൊട്ടേറ്റ് ചെയ്ത് എടുക്കുക പുറത്തോട്ട്. ഓക്കെ, എൻ്റെ ഒരെണ്ണം പൊട്ടിപ്പോയി, എന്നാലും കുഴപ്പമില്ല. നമുക്കത് ഫ്രീസ് ചെയ്യാനായിട്ട് എന്തായാലും ഞാൻ വെക്കും മലായി ഒഴിക്കുന്നതിന് മുന്നേ. അപ്പം ഫ്രീസ് ആയതെല്ലാം പൊട്ടിപ്പോയതെല്ലാം കട്ടയായിട്ട് വന്നോളൂ. അടിപൊളി മാംഗോ ആണ് കേട്ടോ ഗൈസ്, ഭയങ്കര മധുരമായിരുന്നു കഴിക്കാനായിട്ട്, അടിപൊളി. ഇനി ആ ഏരിയ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി കൊടുത്തേരാം. കാരണം എന്താണെന്ന് വെച്ചാൽ മാംഗോയുടെ പൾപ്പെല്ലാം അവിടെ വീണിട്ടുണ്ട്, ഊട്ടാൻ തുടങ്ങും. അതുകൊണ്ട് നമുക്കത് മുഴുവൻ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് വന്നിട്ട് ഇനി മലായിയുടെ പ്രിപ്പറേഷൻ തുടങ്ങാം. മലായി ഉണ്ടാക്കാനായിട്ട് നമുക്ക് അതുപോലെ തന്നെ ഒരു മാംഗോ വേണം. അത് നമുക്ക് നല്ല യൂഷ്വലി നമ്മൾ മാംഗോ ഇത് ചെയ്യത്തില്ലേ, കട്ട് ചെയ്യത്തില്ലേ, അതുപോലെ കട്ട് ചെയ്തെടുക്കുക. And dreams that never fold. Old truck hums a rusty tune. Miles melt beneath the moon. We count highway signs and rhymes while the wind combs through June. Oh, ukulele strings hum. Oh, horizon start to drum. Mango sunrise in my eyes. We chase the curve where earth meets sky. 500 miles taste like pie. Sweet freedom's juice dripping down my chin. Mango, mango, let's begin this endless summer we're living in. Freckled man. എന്നിട്ട് ഒരു ജാർ എടുത്തിട്ട് ആ ജാറിനകത്തോട്ട് ആ മാംഗോ മുഴുവനും ആഡ് ചെയ്ത് കൊടുക്കുക. സ്കിൻ ഇടണ്ട, സ്കിന്ന് പീൽ ഓഫ് ചെയ്ത് കളയുക. അത് കഴിഞ്ഞിട്ട് ആ മാംഗോയുടെ ഫ്ലഷ് മാത്രം എടുത്തിട്ട് നമ്മുടെ ബ്ലണ്ടറിനകത്തോട്ട് ഇടുക. Found time in cactus flower shocks. Every sunset's a postcard edge stamped with wanderlust's pledge. Mango dawn paints the plains where the ink that never stains. Through deserts where silence reigns, juicy moments burst like monsoon rain. Mango, mango twist the lane. Our compass spins in joy's hurricane.
പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് ക്രീമാണ്. മലായി എന്ന് പറഞ്ഞാൽ ക്രീമാണല്ലോ. അപ്പോൾ ഫ്രഷ് ക്രീമും കൂടെ നമ്മുടെ മാംഗോയ്ക്കകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മാംഗോയ്ക്ക് അധികം മധുരം ഇല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരം വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂണോ പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിനകത്തൊന്നും യൂസ് ചെയ്തിട്ടില്ല, മാംഗോയും ക്രീമും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ബ്ലെൻഡർ ഉപയോഗിച്ച് നന്നായിട്ട് നല്ല പൾപ്പ് പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കുക. അതിനകത്ത് ഇച്ചിരി കുറവായിട്ട് തോന്നുവാണ്, നിങ്ങൾക്ക് ഭയങ്കര ഹാർഡായിട്ടായിരിക്കുന്നത് നിങ്ങളുടെ ക്രീമെങ്കിൽ കുറച്ചും കൂടെ ക്രീം ആഡ് ചെയ്തിട്ട് ഒന്ന് ലൂസൺ ആക്കി എടുക്കാം. ഇല്ലെങ്കിൽ അതിനകത്തോട്ട് വീഴാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പം അതുപോലെ ചെയ്യുക. എനിക്ക് കുറച്ചും കൂടെ ലൂസായിട്ടാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് ഒരു കുറച്ച് ക്രീമും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുവാണേ. ഇനി ഓരോ മാംഗോ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കാം. ആ മേൽ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയില്ല, അത് കളയരുത്, അത് വെക്കണം നമുക്ക് ഈ നമ്മുടെ മാംഗോയുടെ ഇത് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കാണാതെ പോയി കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. അടിപൊളിയല്ലേ കാണാനായിട്ട്. ആ സ്കിന്നിന് പീൽ ഔട്ട് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. ഞാനത് ചെയ്തില്ല, കാരണം കളയാനായിട്ട് എനിക്ക് മതിയാണ്. പിന്നെ കഴിക്കുന്നവരോട് പറഞ്ഞായിരുന്നു അത് കളഞ്ഞിട്ട് വേണം കഴിക്കാനുള്ളത്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.